ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു. രാഹുൽ ജയിലിൽ തുടരും. ജാമ്യത്തിനായി ശക്തമായ വാദങ്ങളായിരുന്നു പ്രതിഭാഗ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തിയിരുന്നത്. പ്രതിഭാഗം ഇനി സെഷൻസ് കോടതിയെ സമീപിച്ചേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ മൂന്നാമത്തെ പീഡന പരാതിയാണ്, ബലാത്സംഗ പരാതിയാണ്. ആ പരാതി രാഹുലിന് കൂടുതൽ കുരുക്കായി മാറുന്നുണ്ടോ? രാഹുലിന്റെ അഭിഭാഷകരുടെയൊക്കെ തന്നെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യം എങ്ങനെ ഇനി രാഹുലിന് മുന്നോട്ട് പോകാൻ കഴിയും? ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളും നിയമപരമായ വശങ്ങളും അടക്കം നമുക്ക് പരിശോധിക്കണം. ആർ അനന്തകൃഷ്ണനും അശ്വജിത്തും തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുകയാണ്. അനന്തൻ, ഇന്നിപ്പോൾ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഒരു ജാമ്യം ഏകദേശമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതുണ്ടായിട്ടില്ല. അടുത്ത ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത്ര അധികം ഗുരുതരമായതുകൊണ്ടാണോ ഇങ്ങനെ ഒരു സാഹചര്യം, ഒരു പ്രതികൂല സാഹചര്യം ഈ കോടതിയിൽ നിന്നും ഉരുത്തിരിയുന്നത്? എന്തായിരിക്കാം കോടതി ഈ കേസിലെ ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ കണ്ടിരിക്കുക? ഇനിയും കസ്റ്റഡിയിൽ തന്നെ തുടരട്ടെ, ജുഡീഷ്യൽ ഈ റിമാൻഡിൽ കാലാവധിയിൽ തന്നെ അല്ലെങ്കിൽ അഴിക്കുള്ളിൽ തന്നെ തുടരട്ടെ എന്ന നിലപാടിലേക്ക് കോടതി എന്തുകൊണ്ടായിരിക്കാം എത്തിയിരിക്കുക? ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഇനി ജയിലിൽ തന്നെ തുടരും. കാരണം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ ശക്തമായ വാദങ്ങളാണ് മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടി നിരത്തിയത്. അതിനൊപ്പം തന്നെ പ്രതിഭാഗവും കൃത്യമായി അവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദം അറസ്റ്റ് തന്നെ അസാധുവാണ്, അല്ലെങ്കിൽ നിയമ നടപടികൾ പാലിച്ചുകൊണ്ടല്ല അറസ്റ്റ് എന്നുള്ളതാണ്. നിരന്തരമായി ഇത്തരം പരാതികൾ വരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ തന്നെയാണ് അവരും. അതുപോലെ തെളിവില്ല. മറ്റൊന്ന്, അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, FIR ഇടുന്നതിന് മുൻപ് വൈദ്യപരിശോധന പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്നതൊക്കെയായിരുന്നു അവരുടെ വാദങ്ങൾ. ഒരു പക്ഷേ അവരെ സംബന്ധിച്ച് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിയത്. കാരണം ഈ അത്തരം കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് അവർ ജാമ്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന്. പക്ഷേ ഇന്നലെ പ്രധാനമായും ഈ വാദം നടക്കുന്നതിനിടയിൽ പ്രോസിക്യൂഷൻ ചില നിർണായകമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. കാരണം ഇതിനകത്ത് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, അതിജീവിതയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല, വിദേശത്താണ്. അപ്പോൾ ആ പ്രതിസന്ധികളെ എങ്ങനെ നിയമപരമായ അനുകൂല നടപടിയാക്കി മാറ്റാം എന്നാണ് പ്രോസിക്യൂഷൻ ചിന്തിച്ചത്. അതാണ് അവിടെ ഇന്നലെ കണ്ടത്. കാരണം അതുകൊണ്ടാണ് ഈ FIS എടുത്ത സമയത്ത് AIG പൂങ്കുഴിയുടെ നേതൃത്വത്തിലാണ് FIS എടുത്തത്. അപ്പോൾ അവരത് ഓൺലൈനായിട്ടാണ് രേഖപ്പെടുത്തിയത്. അതിൻ്റെ കൂടെ തന്നെ അത് വീഡിയോ കോൺഫറൻസ് വഴിയാണ് എടുത്തത്. അപ്പോൾ അത് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ FIS ചെയ്ത വീഡിയോ റെക്കോർഡ് CD ആയിട്ട് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചു. അത് തെളിവ് നിയമം അനുശാസിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി ഉൾപ്പെടെയാണ് അത് ഹാജരാക്കിയത്. അതിനൊപ്പം തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അതിജീവിതയുടെ അപേക്ഷയും ഓൺലൈനായി തന്നെ രേഖപ്പെടുത്തണമെന്നുള്ള അപേക്ഷയും കോടതിയിൽ വന്നു. അപ്പോൾ ആ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇതെല്ലാം നടപടിക്രമങ്ങൾ നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതിനകത്തൊരു പ്രശ്നവും കൂടിയുള്ളത്, സാങ്കേതിക പ്രശ്നം കൂടിയുള്ളത്, ഇതിനകത്ത് ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്നു. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്, പ്രധാനപ്പെട്ട കുറ്റം. അങ്ങനെ വരുമ്പോൾ ആ ഒരു കുറ്റം ചാർത്തിയ സമയത്ത് അതിന് മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം നൽകാൻ പറ്റുമോ എന്നൊക്കെയുള്ള സാങ്കേതികമായ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതും ഉന്നയിക്കപ്പെട്ടു. അതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരു ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള ഇനിയിപ്പോൾ മേൽക്കോടതിയിലേക്ക്, അതായത് സെഷൻസ് കോടതിയെ സമീപിക്കാൻ പോകുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ അറസ്റ്റിലെ ചില സാങ്കേതികത്വം അല്ലെങ്കിൽ കാലതാമസമോ അല്ലെങ്കിൽ പോട്ടെ ഈ പറയുന്ന ഡിജിറ്റൽ എവിഡൻസ് ആണല്ലോ, അതിൽ ഒപ്പടക്കം ഒരു പക്ഷേ അത് കൃത്യമായിരുന്നില്ല അല്ലെങ്കിൽ രേഖപ്പെടുത്തി, ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ശാസ്ത്രമംഗലം അജിത്ത് വളരെ നല്ല കഴിവുള്ള ഒരു അഭിഭാഷകനാണ്. ക്രോസിംഗ് വളരെ പല DGP സെൻകുമാർ അടക്കം അതിലൊരു പ്രശ്നങ്ങൾ അവരൊക്കെ ഉന്നയിച്ചു. അതൊക്കെ തീർച്ചയായും അതൊക്കെ ഈ കേസിൽ രാഹുൽ അനുകൂലികളൊക്കെ തന്നെ ഇപ്പോഴും അത് പ്രചരണായുധമൊക്കെ ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സെഷൻസ് കോടതിയിലേക്കോ അല്ലെങ്കിൽ പോട്ടെ ഹൈക്കോടതിയിലേക്കോ ഒക്കെ ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ഒരു പോരായ്മയായി നിയമപരമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടോ? ഇത് ഒരു നിയമ യുദ്ധത്തിലേക്ക് പോകും. കാരണം ഇതിനകത്ത് ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്, ഇപ്പോൾ കീഴ്ക്കോടതി ഒരു ജാമ്യ നിഷേധം നടത്തിയതുകൊണ്ട് അവർക്ക് നേരെ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഹൈക്കോടതിയെ സമീപിക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഹൈക്കോടതിയിലേക്ക് അല്ല പോകുന്നത്, പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അതിന് കാരണം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ കേസ് പെൻഡിംഗ് ആണ് ഹൈക്കോടതിയിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ മുൻകൂർ ജാമ്യത്തിനല്ല നീങ്ങുന്നത്, ജാമ്യത്തിനാണ്, ജയിലിലാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ജാമ്യ ഹർജിയും കൂടി പോയാൽ ഒരു പക്ഷേ അത് എടുക്കാൻ താമസം ഉണ്ടാകും.
മാത്രമല്ല വേറൊരു കേസ് കൂടി, മുൻകൂർ ജാമ്യാപേക്ഷയുടെ കേസ് ഹിയറിംഗ് പെൻഡിങ് ആയതുകൊണ്ട് ഒരു പക്ഷേ രണ്ടും ഒരുമിച്ച് കേൾക്കാം എന്ന് കോടതി തീരുമാനിച്ച് ഒന്നും കൂടെ നീട്ടി വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും കാലം മാവേലിക്കര സബ് ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവർ ഹൈക്കോടതി പോകണ്ട എന്നുള്ള തീരുമാനമെടുത്ത് ഇപ്പോൾ ഈ സെഷൻസ് കോടതിയിലേക്ക് പോകാം എന്ന്, അവിടെ പോയി പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ ഒരു സെഷൻസ് കോടതി ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടി അവർ തേടും. പിന്നെ കൈപ്പള്ളി ചോദിച്ചത് ഈ ഇതിനകത്തൊരു തർക്കമുള്ളത്, അതായത് ഈ സാധാരണഗതിയിൽ ഇപ്പോൾ പുതിയ നിയമ സംഹിത വന്നതിന് ശേഷം ഒരു ഇമെയിലായി കിട്ടുന്ന പരാതി ലഭിച്ചാൽ ഏത് കേസിലായാലും അതിൻ്റെ 3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ നേരിട്ടുള്ള ഒരു മൊഴിയെടുത്തതിന് ശേഷമേ FIR ഇടാവുന്നുള്ളൊരു നിയമമുണ്ട്. അതിനൊപ്പം തന്നെ ഈ പീഡന കേസിലാണെങ്കിൽ, ബലാത്സംഗ കേസിലാണെങ്കിൽ അതിജീവിതയുടെ വൈദ്യപരിശോധന എത്ര ദിവസത്തിന് പൂർത്തിയാക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. പുതിയ തെളിവ് നിയമം അനുസരിച്ച് ഡിജിറ്റൽ എവിഡൻസ് പ്രൈമറി എവിഡൻസ് ആണ്. അപ്പോൾ ഒരു ഇമെയിൽ പരാതി പ്രൈമറി എവിഡൻസ് ആയിട്ട് കൂട്ടുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇമെയിലായി ലഭിക്കുന്ന പരാതിക്ക് പിന്നീട് 3 ദിവസം കഴിഞ്ഞ് നേരിട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ചില ക്ലാരിഫിക്കേഷൻസ് ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതെ അവരിപ്പോൾ ഈ രഹസ്യമൊഴിയും കൂടെ രേഖപ്പെടുത്താൻ, എംബസി വഴി രേഖപ്പെടുത്താനുള്ള നിയമതടസ്സം ഇല്ല എന്നുള്ളതാണ് അവരുടെ നിയമോപദേശം. അപ്പോൾ അതിനുള്ള നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു പക്ഷേ ഈ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് ഈ ഇത്രയും നടപടികൾ എംബസി വഴി നടക്കാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഈ ജാമ്യം കൊടുക്കരുത്. അവിടെയാണ് അശ്വത്ത്, രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഒരുപക്ഷെ രാഹുല് ഈ 3ാമത്തെ പരാതി വന്നില്ലായിരുന്നുവെങ്കിൽ രാഹുൽ വീണ്ടും പഴയ രൂപത്തിൽ തന്നെ അജയ്യനായി അല്ലെ ശക്തിയോടുകൂടി ഈ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുമായിരുന്നു. അത് ഒരുപക്ഷെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ പോലും അത് പ്രതീക്ഷിച്ചിരുന്നിരിക്കണം. ആ രീതിയിലുള്ള ചരടുവലികൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയതൊക്കെ നമ്മൾ കണ്ടു. ഈ 3ാമത്തെ പരാതി രാഹുലിനെ വല്ലാത്ത രീതിയിൽ രാഹുൽ അനുകൂലികളുടെ പ്രതീക്ഷകളെ തല്ലി തകർത്തുന്നതാണോ ഈ ദിവസത്തെ വരുന്ന ഈ കോടതിയിലെ അപ്ഡേഷൻസ് പോലും? അല്ല, അത് കൈപ്പള്ളി പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് പറയാനുള്ളത്, ഈ 3ാമത്തെ പരാതി നിലനിൽക്കുമ്പോഴും ഈ സാഹചര്യത്തിലും രാഹുലിനൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് വേണം രാഹുൽ അനുകൂലികളുടെ ഒരു പ്രതികരണങ്ങളിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിൽ നിന്നും മനസ്സിലാക്കാൻ. ഒപ്പം രാഹുലിന്റെ ബോധപൂർവമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും ആ ചിരിയുള്ള ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നും നമുക്ക് റീഡ് ചെയ്യാം. അത് ഈ അങ്ങനെ ചിരിക്കാൻ കഴിയുന്നു അരന്തേട്ടൻ എന്ത് തോന്നുന്നത്? അതാണ് നമ്മളെ അത്ഭുതപ്പെടുന്നത്. കാരണം സാധാരണഗതിയിൽ ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഇനി നമ്മൾ ചിരിക്കാൻ ശ്രമിച്ചാലും ആ ചിരി ഒന്ന് കൂടിപ്പോകും. പക്ഷേ ഇത് പെർഫെക്റ്റ് ചിരിയാണ്. അപ്പോൾ അത് ഈ രാഹുൽ സത്യത്തിൽ ഈ നിയമത്തിന്റെ ലൂപ്പ് ഹോളുകളിൽ നിന്ന് ഊരി വരാമെന്ന് രാഹുൽ ഇപ്പോഴും കരുതുന്നുണ്ടോ? അത് സാധ്യത കുറവായിരിക്കും. കാരണം ഇത് കൂടുതൽ കടുക്കുകയല്ലേ കേസ്. മാത്രമല്ല ഇപ്പോൾ ഈ ഇതെല്ലാം കോടതിയിലേക്ക് വരുമ്പോൾ കൂടുതൽ ഈ SIT അന്വേഷണം നടത്തുമ്പോൾ കൂടുതൽ എവിഡൻസ്, സയന്റിഫിക് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ ഉണ്ടായിട്ടുണ്ട്, അതിൽ ഇവരുടെ സമ്മതമില്ലാതെയുള്ള റിലേഷൻസ്, അതായത് ആ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള തെളിവ് ശേഖരിക്കുക എന്നുള്ളതാണ് SITയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ സയന്റിഫിക് എവിഡൻസ്? അവിടെ ഒരു കാര്യം, പാലക്കാടുകാരൻ കൂടി ആയതുകൊണ്ട് അശ്വതിനോട് ചോദിക്കുകയാണ്. പാലക്കാട് നടക്കം നമ്മൾ ഈ പല വാർത്തകളും നമ്മൾ കാർഡ് രൂപത്തിൽ നമ്മൾ മാതൃഭൂമിയിൽ അപ്ഡേഷൻ ആൻസ് കൊടുക്കുമ്പോൾ അതിനടിയിൽ വരുന്ന കമന്റുകൾ പലപ്പോഴും അത്ഭുതപ്പെടുത്തുക. ഞാൻ വിചാരിച്ചു നമ്മൾ സാധാരണ ചിലപ്പോൾ ഫേക്ക് ഐഡി എന്നൊക്കെ ആയിരിക്കും ചില കമന്റുകൾ. തിരികെ മടങ്ങി വരൂ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രൊഫൈലിൽ നിന്നും ഇങ്ങനെ ഇത് രാഹുലിന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, രാഹുല് തെറ്റുകാരനെയല്ല, ആ പെൺകുട്ടിയാണ് തെറ്റുകാരി എന്ന് പറഞ്ഞു വരുന്നത്. എന്താണ്, സ്ത്രീകളുടെ അടക്കം പ്രൊഫൈലാണ്. നോക്കുമ്പോൾ വളരെ ജെനുവിനായിട്ടുള്ള പ്രൊഫൈലുകൾ. അപ്പൊ ഇവർക്കൊക്കെ എങ്ങനെ ഇക്കാര്യം തോന്നുന്നു? രാഹുൽ ഇപ്പോഴും അഗ്നിശുദ്ധി വരുത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അവർക്ക് പറയേണ്ടി വരുന്നത് അത്ഭുതമുണ്ടോ? അത്ഭുതപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, പേഴ്സണലി എനിക്കും വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. അതായത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ ആ മണ്ഡലത്തിലുള്ള പല ആളുകളും, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളും പലരും വ്യക്തിപരമായി എന്നോടും വിളിച്ച് പരിഭവം പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് രാഹുലിനെതിരെ ഇങ്ങനെ വാർത്തകൾ കൊടുക്കുന്നത് എന്ന തരത്തിൽ. ഞാനും ഞെട്ടിപ്പോവാണ്. കൈപ്പള്ളി പറഞ്ഞതുപോലെ പ്രതികരണങ്ങൾ ആ തരത്തിലാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ചർച്ച വളരെ സജീവമാണ്. രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കണം എന്ന തരത്തിലൊരു ക്യാമ്പയിൻ അടക്കം സജീവമാണ്. അതിന് രാഹുലിൻ്റെയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് അത് തുടങ്ങി വിടുന്നത് എങ്കിൽ പോലും അതിന് വ്യാപകമായി ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ പല തരത്തിൽ നിന്ന് കിട്ടുന്നു. രാഷ്ട്രീയ ഭാവി അടഞ്ഞിട്ടില്ല എന്നാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇതിനകത്തൊരു ലിറ്റ്മസ് ടെസ്റ്റ് ഈ കേസിന് ശേഷം ഒരു ലിറ്റ്മസ് ടെസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നടന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മറ്റേ കേസുകളെല്ലാം വന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സജീവ ചർച്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത്. കാരണം സ്വർണ്ണവുമായി ബന്ധപ്പെട്ട, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് ഈ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നത് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസവുമാണ്. അപ്പോൾ
ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനകം ഈ കേസിൽ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഈ കേസിന്റെ ആരോപണങ്ങൾ ആദ്യം കേസ് എടുക്കുന്നതിന് ഒളിവിൽ പോകുന്നതിന് മുമ്പ് ആരോപണങ്ങളൊക്കെ വന്നത് ശബ്ദരേഖയൊക്കെ വന്നത് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇതൊന്നും ഏശിയിട്ടില്ല എന്ന മട്ടിൽ പാലക്കാട്ടെ ജനങ്ങൾ എന്നോടുകൂടിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ആൾക്കാരുടെയൊക്കെ ഇടയിൽ ഇടപെടുകയും പ്രത്യേകിച്ച് സ്ത്രീകളെ കൂടുതൽ അടുത്തുപോയി ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ ഇലക്ഷന് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു തരംഗം അവിടെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആയിരുന്നെങ്കിൽ അവിടെ ക്ലീൻ സ്വീപ്പ് ആയിരുന്നു UDF. അവിടെ ബി ജെ പിക്ക് ചില പ്രശ്നങ്ങൾ അവിടെ തിരിച്ചടി ഉണ്ടായത് പാർട്ടിക്കുള്ള സംഘർഷം കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് ഒന്നോ രണ്ടോ സീറ്റ് അതായത് BJP അങ്ങനെ പൊളിഞ്ഞ് തകർന്നു പോയില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ UDF വൻ വിജയത്തോടെ വന്നേനെ. അതുണ്ടായില്ല. അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണ പാലക്കാട് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതെ, സോഷ്യൽ മീഡിയ കാണുന്ന സംഘടിതമായ ഒരു PR വർക്കാണ്. കൈപ്പള്ളി നേരത്തെ പറഞ്ഞ ആ ഒരു തരത്തിൽ തന്നെയാണ്. അതായത് ഇത് ഗ്രൗണ്ട് ലെവലിൽ അനന്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ സാധാരണക്കാരായ ജനങ്ങളിൽ ചിലരെങ്കിലും ഒരുപക്ഷെ രാഹുലിന് അനുകൂലമായിട്ടുണ്ട് എങ്കിൽ പോലും പൊതുവികാരം അനുകൂലമല്ല. പാലക്കാട് സെന്റിമെന്റ്സ് ഇല്ല രാഹുലിന് അനുകൂലമായിട്ട്. അതല്ലേ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത്. അവിടെ BJP പുറകെ പോയിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഇതുകൊണ്ടല്ല, അവിടെ BJPയിലുള്ള സംഘടനാ വിഷയം കൊണ്ടാണ് പോയത്. BJP ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ അവിടെ തികഞ്ഞ ഭൂരിപക്ഷത്തോടെ അവർ വരുമായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലവിലെ ഒരു സ്വഭാവം വെച്ച് നമുക്ക് പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. തൊലിക്കെട്ടി അപാരമാണ് തീർച്ചയായിട്ടും.